അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്ന് വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാനിപ്പോൾ ഏകദേശം 2 വീഡിയോ തിരൂരങ്ങാടിയിൽ നിന്ന് കുഞ്ഞുമായി അപ്രത്യക്ഷമായ മുഹമ്മദ് സഫീറിനെ കുറിച്ച് ചെയ്തിരുന്നു. അതൊരു നസീഹത്ത് അഥവാ ഗുണകാംക്ഷ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന വാർത്തയാണ്. എനിക്ക് കിട്ടുന്ന അപ്പോൾ തന്നെ ഉള്ള അപ്ഡേറ്റ് നിങ്ങളെ അറിയിക്കുന്നു എന്ന് മാത്രമാണത്. അപ്പോൾ ഇപ്പോൾ കിട്ടിയിട്ടുള്ള സഫീർ മടക്കയാത്രയിലാണ് എന്നാണ് വിവരം കിട്ടിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കൽക്കത്തയിൽ കേരള പോലീസിൻ്റെയും മറ്റ് ബംഗാൾ പോലീസിൻ്റെയും സഹായത്തോടെ സംയുക്തമായി 1 മാസത്തിനകം യഥാർത്ഥത്തിൽ സഫീറിനെയും കുഞ്ഞിനെയും പിടികൂടാൻ ഇവിടുത്തെ പോലീസിന് കഴിഞ്ഞു എന്നത് ചാരിതാർത്ഥ്യമുള്ള കാര്യമാണ്, അഭിനന്ദനാർഹമാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ യഥാർത്ഥത്തിൽ പിടികൂടപ്പെട്ടിട്ടുള്ള സഫീറിൻ്റെയും കുഞ്ഞിൻ്റെയും സ്ഥിതി, കുഞ്ഞിന് യാതൊരു പ്രശ്നങ്ങളുമില്ല എന്ന് തന്നെയാണ് വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്നത്. സഫീറിനും പ്രശ്നമുള്ളതായിട്ടൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും കൂടെയുള്ള കാമുകിയെക്കുറിച്ച് പറയുന്നില്ല എന്താണ് അത് സ്ഥിതിയെന്ന്. പക്ഷേ അത് ഏതാനും സത്യസന്ധമായ വിവരം കാമുകിയെക്കുറിച്ചും മറ്റും വിവരം കിട്ടുന്നതിനനുസരിച്ച് അപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നതായിരിക്കും എന്ന് ഞാൻ പറയാം. എന്തിനാണ് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ പങ്കുവെക്കുന്നത്? സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള വാർത്തകൾ പങ്കുവെക്കേണ്ടതിൻ്റെ അനിവാര്യത അല്ലെങ്കിൽ ആവശ്യകത ഉള്ളത് കൊണ്ടാണ്. സത്യസന്ധമായും വളരെ കെട്ടുറപ്പോടെയും കഴിഞ്ഞുകൂടുന്ന കുടുംബത്തിൻ്റെ കണ്ണീരുകൾ സമ്മാനിച്ചുകൊണ്ട് ഓരോ തോന്നൽ കുടുംബനാഥനുണ്ടാകുന്നു, അഥവാ ഞാൻ പറഞ്ഞത് സഫീറിനുണ്ടാകുന്നു, അല്ലെങ്കിൽ കുടുംബനാഥയായ സ്ത്രീക്കുണ്ടാകുന്നു. ഇപ്പോൾ സഫാനയുടെ ഒളിച്ചോട്ടം മുതൽ ഫിദയുടെ ഒളിച്ചോട്ടം ഒക്കെ ആ കുടുംബത്തെ എത്രമാത്രം വളരെ ദുഃഖകരമായ രീതിയിൽ ബാധിച്ചു എന്നത് അത് ബന്ധപ്പെട്ട് നോക്കുമ്പോഴാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഫിദയെക്കുറിച്ചാണെങ്കിലും ഷഹാനയെക്കുറിച്ചാണെങ്കിലും ഇപ്പോൾ വലിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ വ്യക്തമായത് ലഭിക്കാത്തത് കൊണ്ടാണ് ഞാൻ അപ്പോൾ വീഡിയോ ചെയ്യാത്തത്. ഷഹാന എന്ന് പറയുന്ന പ്രണവിനോടൊപ്പം ചാടിപ്പോയ ഷഹാനയെക്കുറിച്ചും അതോടൊപ്പം തന്നെ നിഖിലിനോടൊപ്പം ചാടിപ്പോയ ഫിദയെക്കുറിച്ചും ഒക്കെ ഉള്ള അപ്ഡേറ്റുകൾ എൻ്റെ അടുത്ത് ഉണ്ട്. പക്ഷേ ഞാനത് വ്യക്തമായ രീതിയിൽ പരിശോധിച്ചതിന് ശേഷം ശരാശരി വിവരങ്ങൾ സത്യമാണ് എന്ന് ബോധ്യമായാൽ, അതല്ലാതെ മുഴുവൻ നിങ്ങൾ പറയുന്നത് സത്യമാണോ, എനിക്ക് ഇങ്ങനെ പ്രത്യേക വഹയിൻ്റെ അടിസ്ഥാനത്തിലൊന്നും ഞാൻ പറയുന്ന സംഗതിയല്ല. നമ്മൾ പണ്ടൊക്കെ പറയാറുള്ളത് പോലെ ഇത് വിശ്വസിച്ചോളിയിട്ട ഇത് ഈമാൻ കാര്യമാണ്, അല്ലെങ്കിൽ ഇസ്ലാം കാര്യമാണ്, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആന്റെ സന്ദേശമാണ്, പ്രവാചക വചനങ്ങളാണ് എന്നതിൻ്റെ പേരിലല്ല ഞാനിത് പറയുന്നത്. ഞാനിത് പറയുന്നത് ഇന്ന് നടക്കുന്ന സന്ദർഭോചിതമായ സമൂഹത്തിലെ വിനാശകരമായ സാഹചര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ വളരെ അന്തസ്സും അഭിമാനത്തോടെയും സുരക്ഷിതത്തോടെയും കൂടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ആ പ്രശ്നങ്ങളുടെ സങ്കടകരമായ എന്താ പറയുക സങ്കടകരമായ അവസ്ഥ. ഇനിയിപ്പോൾ ഈ സഫീറിന് സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ അവൻ്റെ സ്ഥാനം എന്തായി? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചിട്ട് പറയും. സഫീറിൻ്റെ സ്ഥാനം വളരെ അപകടകരമായ ഒരു അവസ്ഥയിലാണ് സഫീർ. കാരണം ഈ സഫീറിനെ ആ ഭാര്യ, അതാണ് ചിലപ്പോൾ അവൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും സ്വീകരിക്കേണ്ടി വരും. സ്വാഭാവികം മാത്രമാണ്. അത് തൻ്റെ മകനാണ്, അത് എന്ത് തന്നെ ആയാലും അവർക്ക് മകൻ തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് പ്രശ്നമുണ്ടാവില്ല. പക്ഷേ അവൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അതാണ് അവൻ്റെ കൂടെ ഉണ്ടാവേണ്ടത് ഈ മാതാപിതാക്കളല്ല എന്നും നമ്മളത് മനസ്സിലാക്കണം. നമ്മളൊക്കെ വിവാഹം ഒരു പ്രായമായാൽ അള്ളാഹു വചനം നിർദ്ദേശിച്ച എന്തിനാണ് നിങ്ങൾ ഒരു വിവാഹം ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് നിങ്ങൾ സമാധാനമടഞ്ഞു ജീവിക്കാൻ, അതാണ് നിങ്ങൾ സന്തോഷകരമായി ജീവിക്കാൻ, നിങ്ങളുടെ ഭൗതികമായ ഈ ജീവിതത്തിൻ്റെ എന്താ പറയുക ഹലാലായ അല്ലെങ്കിൽ നിയമവിധേയമായ ഒരു 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 സന്തോഷത്തിന് വേണ്ടി അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ വേറെയും പല പല എന്താ പറയുക നിക്കാഹു ജുന്ന എന്ന് പ്രവാചകൻ പറഞ്ഞത് അതുകൊണ്ടാണ്. നിക്കാഹ് എന്ന് പറയുന്ന പരിശുദ്ധ കർമ്മം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു പരിചയമായിട്ട് പ്രവർത്തിക്കുന്നു. എന്താണ് ആ പരിചയ എന്ന് പ്രവാചകനോട് ചോദിക്കപ്പെട്ടു. എന്താണ് പ്രവാചകരെ അതിനുള്ള പരിചയ
എന്ന് പറഞ്ഞാൽ തടയുന്നു എന്നതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അതിന് വ്യക്തമായ ഒരു മറുപടി കൊടുത്തു. അന്യ സ്ത്രീകളിലേക്കുള്ള ആഗ്രഹങ്ങൾ, അന്യ സ്ത്രീകളിലേക്കുള്ള ആശകൾ, അതുവഴി നിങ്ങളിൽ നിന്നുണ്ടാകുന്ന നടപടികൾ അഥവാ വ്യഭിചാരം, അത് തന്നെ എന്തായാലും ഒരു അന്യ പുരുഷൻ അന്യ സ്ത്രീയെ കാമിക്കുന്നത് യഥാർത്ഥത്തിൽ അവളെ വെറുതെയെങ്കിലും തൊട്ട് തലോടിക്കൊണ്ടിരിക്കാനൊന്നുമല്ല. എല്ലാവർക്കും അറിയാം. വെറുതെയെങ്കിലും ഇങ്ങനെ സന്തോഷിച്ച് രണ്ട് സ്ഥലത്ത് പോയി നമ്മളൊക്കെ കാണുന്നത് പോലെ ചില പിള്ളേരൊക്കെ പോയി, കോളേജ് പിള്ളേരൊക്കെ ഞങ്ങളുടെ പ്രദേശങ്ങളിലൊക്കെ ഉള്ള കോളേജ് വിദ്യാർത്ഥികളൊക്കെ വന്നിട്ട് വളരെ ആഭാസകരമായ രീതിയിൽ ഇരുന്ന് അവിടെ നഗ്നത കാണിച്ച് നല്ല നല്ല കുടുംബങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികൾ അവരാണ് ഇത്തരത്തിൽ കൂൾബാറുകളിലും ഹോട്ടലുകളിലും കയറിയിട്ട് അവരുടെ പ്രത്യേക സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ച് സൗന്ദര്യം വർദ്ധിപ്പിച്ച് ഈ പറയുന്ന സഹപാഠികളുമായി, ഏത് സഹപാഠി? ആൺകുട്ടികളായ സഹപാഠികൾ. ആ സഹപാഠികൾ ഇന്ന മതത്തിൽപ്പെട്ടവരാണോ? അതാണ് അവരുടെ ഫെമിനിസം എന്ന് പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുക. ഫെമിനിസം എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം. അതാണ്. വികാരം വന്നാൽ അവിടെ ജാതി നോക്കണ്ട, വികാരം വന്നാൽ അവിടെ മതം നോക്കണ്ട, വികാരം വന്നാൽ അവിടെ തറവാട് നോക്കണ്ട, അവിടെ കുലീനത നോക്കണ്ട, മറിച്ച് തനിക്ക് എന്താണോ തോന്നുന്നത് അവൻ്റെ ഒപ്പം അങ്ങോട്ട് ചാടിപ്പോയിക്കോ എന്ന ഒരു സന്ദേശമാണ്. അപ്പോൾ പരിശുദ്ധമായ മതത്തെ നാലയലത്തേക്ക് പോലും അടുപ്പിക്കാതെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ലോകത്ത് വളർന്നു വരുന്നത്. അപ്പം ഞാനിപ്പോൾ അതല്ല പറയുന്നത് എൻ്റെ വിഷയം. ഇപ്പോൾ സഫീർ വന്നുപെട്ടിട്ടുള്ള ഏറ്റവും വലിയ അപമാനകരമായ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ്. വളരെ നല്ല നിലയിൽ ജോലി ചെയ്ത് കുടുംബം പോറ്റി ഭദ്രമായി മാതാപിതാക്കളെയും ഭാര്യയെയും കുഞ്ഞിനെയും പരിപാലിച്ച് വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ മുഹമ്മദ് സഫീറിന് ഇത്തരത്തിലുള്ള ഏറ്റവും നിന്ദ്യമായ ഒരു മാനസിക അവസ്ഥ ഉണ്ടാകുന്നത്. അത് അന്യ സ്ത്രീ ഓരോ സൗന്ദര്യവതിയായ ഒരു പെൺകുട്ടിയെ കാണുന്നു. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഇതായി ഓരോ സ്വന്തം ഭാര്യയുമായിട്ടിങ്ങനെ, അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് ഹറാമായ ഒരു കാര്യമായിട്ട് പോലും നോക്കണം, മറ്റൊരു സ്ത്രീയെ കാണുക എന്നത് ഇസ്ലാം നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ്. യഹ്റുമുൻ നദുറു വറജുലു ഇലൽ മർഅതി വൽ അജ്നബിയ്യാത്ത് എന്നാണ് പറഞ്ഞത്. ഒരു അന്യ പുരുഷനും അന്യ സ്ത്രീയും പരസ്പരം കാണുക എന്നത് ഇസ്ലാമിക വ്യവസ്ഥ പ്രകാരം ശിക്ഷാർഹമാണ്, തെറ്റാണ്. അൻ നദുറു സഹമു മിൻ മസ്ഹൂമി ഇബ്ലീസ്, പ്രവാചകന്റെ വചനമാണത്. ഒന്ന് ഖുർആന്റെ വചനമാണെങ്കിൽ മറ്റൊന്ന് ഞാനിപ്പോൾ പറഞ്ഞത് പ്രവാചകന്റെ വചനമാണ്. അന്നദുറു സഹമുമി മസ്ഹൂമി ഇബ്ലീസ് എന്നാണ് പറഞ്ഞത്. നോട്ടം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ പിശാചിൻ്റെ അമ്പുകളിൽ നിന്ന് ഏറ്റവും ശക്തിമത്തായിട്ടുള്ള ഒരു അമ്പ് എന്നാണ് പറഞ്ഞത്. ആലോചിച്ച് നോക്കണം. അതുകൊണ്ടാണ് പുരുഷനെ സംബന്ധിച്ച് അവൻ്റെ ദർശനം മതി ഈ സ്ത്രീയെ വളച്ചു കൊണ്ടുവരാൻ. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആവട്ടെ അവൾക്ക് സ്പർശനവും ആവശ്യമായിട്ട് വരുന്നു. അതാണ് ഈ ദർശനവും സ്പർശനവും തമ്മിൽ യോജിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ വ്യഭിചാരം നടക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അസ്സാനിയത്തു വസ്സാനി എന്ന പ്രയോഗം സൂറത്ത് നൂറിൽ നിങ്ങൾക്ക് ഗൂഗിളിലൊന്ന് അടിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. അസ്സാനിയത്തു വസ്സാനി എന്താ അതിൻ്റെ വലിയ ശാസ്ത്രീയമായ വശം? ആദ്യം നിങ്ങൾ വ്യഭിചാരിണിയെ ശിക്ഷിക്കണം. ഇതുവരെയും വിശുദ്ധ ഖുർആനിൽ ശിക്ഷാസമ്പ്രദായം പറഞ്ഞെടുത്ത് നോക്കണം. അതോടൊപ്പം തന്നെ മറ്റു എന്തു കാര്യങ്ങൾ പറഞ്ഞെടുത്തും സ്ത്രീയെയല്ല പുരുഷനെയാണ് മുന്തിച്ചു പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. എന്തു കാര്യങ്ങളിലും പുരുഷനെ ശിക്ഷിക്കുക, പുരുഷനോടാണ് കൽപ്പന, പുരുഷനാണ് ബാധ്യത. ഇങ്ങനെ എല്ലായിടത്തും അരിജാലു കവ്വാമൂന അല നിസ തുടങ്ങി എല്ലാ കാര്യങ്ങളിലും സ്ത്രീയെ 2ാം സ്ഥാനത്ത് പറഞ്ഞിട്ടുള്ളൂ. അവളെ സ്ഥാനം 2ാം സ്ഥാനമാക്കിയതല്ല, മറിച്ച് ചുമതല വർദ്ധിപ്പിച്ചുകൊണ്ടാണ് പുരുഷനോട് പറഞ്ഞത്. പുരുഷനാണ് ചുമതല എന്നാണ് പറഞ്ഞത്. ഒരു യുദ്ധത്തിനാണെങ്കിലും അവൻ പേടിച്ച് അവനാണ് യുദ്ധത്തിന് പോകേണ്ടത്. അപ്പോൾ എന്നതുപോലെ തന്നെ ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് 1ാം സ്ഥാനം നൽകിയിരിക്കുന്നു. എന്തിന്? വ്യഭിചാരം സംഭവിക്കപ്പെട്ടാൽ. അതുകൊണ്ടാണ് എന്താ പറയുക, വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് വ്യഭിചാരത്തെക്കുറിച്ച് വിലക്കുകയും ബോധ്യപ്പെടുത്തുകയും വിവാഹത്തെക്കുറിച്ച് പ്രോത്സാഹിപ്പിക്കുകയും മാത്രമല്ല, ഇന്നിപ്പോൾ നമ്മൾ വിവാഹം എന്ന് പറയുമ്പോഴത്തേന് എന്താ പേടിക്കുകയാണ്. എന്താ കാരണം? ഏതെങ്കിലും അങ്ങാടിയിൽ ഇങ്ങനെ കുത്തിയിരിക്കുന്നുണ്ടാവും ചില ശൈത്താന്മാർ. അത് പറയാതിരിക്കാൻ വയ്യ. എന്തിനു വേണ്ടി? വാങ്കിഹുൽ അയാമ മിങ്കും ഓ സാലിഹീന മിൻ ഇബാദ് ഇങ്ങനെ പറയുന്ന ഒരു വചനം ഓതിക്കൊണ്ട് ഈ പറയുന്ന ഖത്തീബ് നിങ്ങൾക്ക് വിവാഹം ചെയ്ത് തരുന്നത് നിങ്ങളും കേട്ടിട്ടുണ്ടാകും. പക്ഷേ എല്ലാ കവലകളിലും എല്ലാ അങ്ങാടികളിലും പതിയിരിക്കുകയാണ് ശൈത്താൻ. എങ്ങനെ? എന്തിൻ്റെ വേഷത്തിൽ?
ചില വൃദ്ധന്മാരുടെ വേഷത്തിൽ. ഇപ്പോൾ ഈയിടെ ഒരു വലിയ സംഭവം ഉണ്ടായി, ഒരു കുടുംബനാഥ, ഞാൻ പേര് പറയുന്നില്ല, അതിൻ്റെ സത്യം എന്താണെന്ന് അറിയാത്തത് കൊണ്ട്. അപ്പോൾ ആ വഴിവഴക്കിലൊക്കെ പിശാച് കാത്തിരിക്കുന്നു. എന്തിനു വേണ്ടിയായി കാത്തിരിക്കുന്നത്? ഏതെങ്കിലും സ്ത്രീ പുരുഷന്മാർക്ക് വിവാഹം നടക്കുന്നുണ്ടെങ്കിൽ ഈ ശൈത്താൻ അവിടെ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് ഈ അന്വേഷിക്കാൻ വരുന്നവർ ചോദിക്കും, ഇയാളുമായിട്ട് ശൈത്താനുമായി കണ്ടുമുട്ടും. അല്ല കാക്ക, അങ്ങനെ തന്നെ ഒരു കാക്കായുടെ വേഷത്തിലാണ് പ്രധാനം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമെന്നായിരിക്കും ഇത്. അല്ല, നമ്മളെ ഈ ആചാര മോളെ നിങ്ങളിപ്പോൾ എവിടേക്കാണ് പോണത് എന്നാണ് അവർ ചോദിക്കുക. അപ്പം ഞങ്ങളിങ്ങനെ ഈ ആചാര പെരയിലേക്ക് ഒരു വിവാഹ അന്വേഷണവുമായിട്ടാണ് പോണത്. എന്താണ് മോനെ, ഇജ്ജ് അറിയില്ല അവരെ സംബന്ധിച്ച്, വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്താണ് ഒന്ന് നല്ലോണം പോലെ അന്വേഷിച്ച ആളാണ്. കാരണം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് കൂടുതൽ പ്രശ്നങ്ങളാണ് പറഞ്ഞിട്ട് ഇക്ക് നല്ല അവരെ അറിയും മോനെ, അപ്പം നമുക്ക് ആ ബന്ധം വേണ്ട. കാരണം ഇങ്ങനെ പറഞ്ഞ് മുടക്കാൻ വേണ്ടിയിട്ട് പലതും പറഞ്ഞ് അത് എന്തു പറയുന്നു എങ്ങനെ പറയുന്നു എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. എന്താ അള്ളാഹുവിൻ്റെ റസൂലും വിശുദ്ധ ഖുർആനും പറഞ്ഞത് എന്താണ്? നിങ്ങൾ ഒരു വിവാഹത്തെ ചേർത്ത് കൊടുക്കുന്നവൻ ഞാനും അവനും സ്വർഗത്തിൽ ഇപ്രകാരമാണ്. അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ വിഷയം ഡൈവേർട്ട് പോവാതിരിക്കാൻ ഞാൻ പറയുകയാണ്. ഇപ്പം ഞാൻ പറയുന്നത് ഈ മുഹമ്മദ് സഫീർ ഇന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്, അറിയാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഇന്ന് പുറപ്പെടും എന്ന് തോന്നുന്നു. പുറപ്പെട്ടു എന്ന് പറയുന്ന അപ്ഡേറ്റുകളും വന്നിട്ടുണ്ട്. പുറപ്പെടുമെന്ന് പറയുന്നതുമുണ്ട്, ട്രെയിനിൽ വരുന്നു എന്ന് പറയുന്നതുണ്ട്, അതല്ല വിമാനത്തിൽ വരുന്നു എന്ന് പറയുന്നതുണ്ട്. എന്ത് തന്നെയായാലും ഇൻഷാ അല്ലാഹ് ഇന്ന് തീർച്ചയായിട്ടും ഈ മുഹമ്മദ് സഫീർ കുട്ടിയുമായിട്ടെത്തും. കാമുകിയെ സംബന്ധിച്ച വിവരങ്ങളൊന്നും പറയുന്നില്ല. അത് കിട്ടുന്ന മുറയ്ക്ക് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കും. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി ചോദ്യം ചെയ്യാനാണ് കേരള പോലീസിൻ്റെ തീരുമാനം എന്നറിയുന്നു എന്ന് അറിഞ്ഞു. ഇനി കുട്ടിയുടെ സംരക്ഷണം ഉമ്മാക്ക് വിട്ടുകൊടുക്കുമെന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സഫീറിനെ സ്വാഭാവികമായിട്ടും കസ്റ്റഡിയിൽ വെക്കുമോ അതല്ലെങ്കിൽ ജയിൽ ശിക്ഷയാണോ അത് ആ കുടുംബവുമായി ചർച്ച ചെയ്ത് എന്താണ് അതിൻ്റെ നിയമവ്യവസ്ഥ നമുക്കറിഞ്ഞുകൂടാ. എന്ത് തന്നെയായാലും ആ ഉമ്മാക്ക് ആ കുട്ടിയെ ഇന്ന് കിട്ടും. അത് സന്തോഷ വാർത്തയായിട്ട് അറിയിക്കുന്നതോടൊപ്പം ഈ വക കാര്യങ്ങളിലുള്ള എന്താ പറയുക ക്ലൈമാക്സ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്നൊക്കെ നമ്മെ കാത്തു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹൃദ് അഹ്വാനാനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.